എന്താ അതിൻ്റെ തമ്മിൽ വ്യത്യാസം? അതായത് നീതി എന്നുള്ളത് രണ്ട് തരം നീതിയുണ്ട്. വാജിബായ നീതിയും വാജിബല്ലാത്ത നീതിയും. വാജിബായ നീതിയാണ് നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്. അത് പാലിക്കാതിരുന്നാലാണ് നമ്മൾ കുറ്റക്കാരാകുന്നത്. അതെന്തിനുള്ള നീതിയാ? ദിവസങ്ങൾ നിശ്ചയിക്കുന്നതിൽ നീതി പാലിക്കുക എന്നുള്ളത് വാജിബാണ്. ദിവസങ്ങൾ എന്ന് വെച്ചാൽ രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ ഒരു ദിവസം ആദ്യത്തെ ഭാര്യയുടെ അടുക്കലാണെങ്കിൽ അടുത്ത ദിവസം രണ്ടാമത്തെ ഭാര്യയുടെ അടുക്കലായിരിക്കണം. അതാണ് വാജിബായ നീതി. ഇനിയിപ്പോൾ 3 ദിവസമാണ് ആദ്യത്തെ ഭാര്യയുടെ അടുക്കലെങ്കിൽ അടുത്ത 3 ദിവസം രണ്ടാമത്തെ ഭാര്യയുടെ അടുക്കലായിരിക്കണം. വീതം വെക്കുന്നതിൽ നീതി കാണിക്കുക എന്നുള്ളത് വാജിബാണ്. ദിവസങ്ങൾ വീതം വെക്കുന്നതിൽ നീതി പാലിക്കുക എന്നുള്ളത് വാജിബാണ്. എന്നാൽ വാജിബല്ലാത്ത നീതിയില്ല. അതെന്താണ്? ഖൽബിനകത്തുള്ള ഇഷ്ടം, മഹബത്ത്, അതിലുള്ള വ്യത്യാസം. അതെല്ലാ ഭാര്യമാരോടും ഒരേ അളവിൽ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത് വാജിബായ നീതിയല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറയാറുണ്ട്. ഭാര്യമാർക്കിടയിൽ കൃത്യമായി നീതി പാലിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പറയുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവേ, എനിക്ക് സാധിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ ഇവർക്കിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായി നീതി കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് സാധിക്കാത്ത കാര്യത്തിൽ റബ്ബേ, നീ എന്നെ എന്ത് ചെയ്യരുതേ? പിടികൂടരുതേ. ആ വിഷയത്തിൽ എനിക്ക് കഴിവില്ലാത്തവനാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് പറയാണ്. എന്താണ് സാധിക്കാത്ത കാര്യം? ഖൽബിനകത്തുള്ള ഇഷ്ടമാണ്. അതെല്ലാ ഭാര്യമാരും ഒരേപോലെ തന്നെ ആയിക്കൊള്ളുന്നില്ല. പക്ഷെ അത് ഒരേപോലെ ആയിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ കുറ്റക്കാരാവോ? ഇല്ല. പക്ഷെ അതേസമയം ഈ ഭാര്യയോടാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഇവിടെ കുറേ ദിവസം, 2 മാസം ഇവിടെ, പിന്നെ 2 ദിവസം ഇവിടെ അടുത്ത ആളുടെ അടുത്ത് എന്നുള്ളത് ശരിയല്ല. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് പല ആളുകളും, ഞാൻ അനുഭവസ്ഥർ നമ്മുടെ ചുറ്റുമുള്ളത് കൊണ്ട് പറയാം, പലരും രണ്ടാമത്തെ ഭാര്യ വിവാഹം കഴിക്കുമ്പോൾ അവർ വിചാരിക്കുന്ന ആദ്യത്തെ ഭാര്യ ഇത് അറിയൂല. ആദ്യത്തെ ഭാര്യ ഇത് അറിയത് പണ്ടത്തെ കാലഘട്ടമൊന്നുമല്ല ആദ്യത്തെ ഭാര്യ അറിയാതിരിക്കാൻ. പലരും വിചാരിക്കുന്ന ആദ്യത്തെ ഭാര്യ ഇതിങ്ങനെ അറിയൂല, നമ്മൾ കുറേ കാലം കഴിഞ്ഞ് വല്ലപ്പോഴും അവർക്ക് വയസ്സൊക്കെ ആകുമ്പോൾ പതുക്കെ അറിയുള്ളെന്ന് പലരും വിചാരിക്കുന്നത്. അതൊക്കെ അറിയും. നീ വിരലിനൊടിക്കുന്ന സമയം കൊണ്ട് ലോകത്തിന്റെ ഏത് മൂലയിലുള്ള ഏത് കാര്യവും എല്ലാവിടേക്കും എത്തുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ആ രൂപത്തിൽ ഒരിക്കലും വിചാരിക്കരുത്. ചില ആദ്യത്തെ ഭാര്യ അറിയാതെ മെല്ലെ നൈസായിട്ട് ഈ കാര്യം കൊണ്ടുപോവുക എന്നാരും വിചാരിക്കണ്ട. അറിഞ്ഞാലും കൃത്യമായി ശരിയായ രൂപത്തിൽ സ്റ്റേണായി നിലകൊണ്ട് ശരിക്കുള്ള ഉറച്ച നിലപാടെടുത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുറപ്പുള്ളവർ മാത്രം എന്ത് ചെയ്യുക? രണ്ടാമത്തെ വിവാഹം കഴിക്കുക. അല്ലാത്തൊരു കഴിക്കാൻ നിൽക്കരുത്. ഇത് രണ്ടാമത്തെ വിവാഹം കഴിച്ച് പിന്നെ ആദ്യത്തെ ഭാര്യ അതറിഞ്ഞ് കണ്ണുരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഭാര്യനെ തൊലാക്കുകയും, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത ബന്ധമുള്ള സഹോദരന്മാരിൽ പലരും അത്തരം അവസ്ഥകൾ ചെന്ന് വീണിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയം. അവരുടെ ജീവിതം വെച്ച് നമ്മൾ കളിക്കരുത്. സ്ത്രീകളുടെ ജീവിതം വെച്ച് നമ്മൾ ഒരിക്കലും കളിക്കാൻ നിൽക്കരുത്. നമുക്ക് പേടിയുണ്ട്. അല്ലാഹ് പറഞ്ഞെന്താ? വളരെ എളുപ്പമാണ്. വൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദത്തുൻ. നിങ്ങൾക്ക് നീതി പാലിക്കാൻ സാധിക്കില്ല, നിങ്ങൾ പേടിയുണ്ടെങ്കിൽ ഒന്നിലൊതുക്കുക. അല്ലാഹ് പഠിപ്പിച്ചെന്നത് വളരെ എളുപ്പമുള്ള വിഷയം. നിങ്ങൾക്ക് പേടിയില്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ട് എനിക്ക് രണ്ടാമത്തെ ഭാര്യയെ വിവാഹം കഴിക്കുന്നത് ആദ്യത്തെ ഭാര്യ അറിഞ്ഞാലും അവരുടെ വീട്ടുകാരറിഞ്ഞാലും എൻ്റെ വീട്ടുകാരറിഞ്ഞാലും ഒന്നും എനിക്കത് പ്രശ്നമാവൂല, എനിക്ക് കൃത്യമായി എന്നാലും നീതി പാലിക്കാൻ സാധിക്കും എന്നുറപ്പുള്ളവർ മാത്രം രണ്ടാമത്തെ കല്യാണം കഴിച്ചാൽ മതി. അല്ലാതെ കഴിക്കാൻ നിൽക്കരുത്. ആ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരാണ്. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിലൊതുക്കുക. അള്ളാഹു സുബ്ഹാനഹു കൽപ്പനയാണ്. പേടിയുണ്ടെങ്കിൽ പറഞ്ഞ ഭാര്യയെ പേടിയുണ്ടെങ്കിൽ എന്നല്ല കേട്ടോ, നീതി പാലിക്കാൻ സാധിക്കില്ല എന്ന് പേടിയുണ്ടെങ്കിൽ, നീതി പാലിക്കാൻ സാധിക്കില്ല എന്ന് പേടിയുണ്ടെങ്കിൽ ഒന്നിലൊതുക്കുക. അപ്പൊ ഇതാണ് ഏറ്റവും നല്ലത്. നമുക്ക് നീതി പാലിക്കാൻ ഏറ്റവും നല്ലത് ഇതാണ്.
ഏറ്റവും നല്ലത് ഇതാണ്. അതല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പണ്ടത്തെ കാലങ്ങളിലേതുപോലെ ഒരു ഭാര്യ ഒരു സ്ഥലത്തും മറ്റേ ഭാര്യ മറ്റൊരു സ്ഥലത്തും ആണെങ്കിൽ ഇവർ തമ്മിൽ കാണുകയോ യാത്ര ചെയ്യുകയോ ഒന്നും ബന്ധപ്പെടുകയോ ഒന്നും ചെയ്യാൻ സാധ്യത വളരെ കുറവായതുകൊണ്ട് ഇവരാരും തമ്മിൽ അറിയില്ല, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന രൂപത്തിൽ പല ആളുകളും വിചാരിക്കുക. അത് ഇന്നത്തെ കാലത്ത് ഒരിക്കലും വളരെ റയറാണ്, അങ്ങനെ ഉണ്ടാവാൻ പോകുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രൂപത്തിൽ അത് പരസ്പരം അറിയും. അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നതാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിച്ച പലരുടെയും അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ആ തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിവെക്കുക. അങ്ങനെ ആരും ഒന്നാമത്തെ ഭാര്യ അറിയാതെ മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾ വിചാരിക്കണ്ട. അറിഞ്ഞാലും എനിക്ക് കൃത്യമായി നീതി പാലിക്കാൻ സാധിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, രണ്ടാമത്തെ വിവാഹം കഴിക്കുന്നതിനെ പറ്റി ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ വിഷയം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന പല ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഖിയാമത്ത് നാൾ എന്ത് ചെയ്യും, ഒരു ഭാര്യയിലേക്ക് അവർക്ക് ഉള്ള അവകാശങ്ങൾ കൊടുക്കാതെ അവരോട് ദുൽമ ചെയ്ത ആൾ ഒരു വശം തളർന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുക, ഖിയാമത്ത് നാളിൽ വരിക. ഒരു വശം തളർന്ന രൂപത്തിൽ വെച്ചാൽ അള്ളാഹു അവന് നരകത്തിൻ്റെ ശിക്ഷ കൊടുക്കുന്നതിന് മുമ്പ് മഹ്ശറയിൽ ആളുകളുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. മുഅ്മിനുകൾ മാത്രമല്ല കാണുക, ആദം അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരേക്കുമുള്ള എല്ലാവരും ഇത് കാണും. അള്ളാഹു അവനെ മഹ്ശറിൽ വെച്ച് നാണം കെടുത്താൻ മാത്രം ഗൗരവപ്പെട്ട തിന്മയാണെന്ത്. ഇവൻ പ്രത്യേകിച്ച് ഇവൻ പറയുകയോ ന്യായീകരിക്കുകയോ ഒന്നും അവിടെ പ്രശ്നമല്ല. ഇവന്റെ രൂപം ഇവൻ ചെയ്ത വൃത്തികേടിനെ അറിയിക്കുന്നുണ്ട്. കാരണം ഇവന്റെ രൂപം എന്താ, ഒരു വശം തളർന്നിട്ടാണ്. ഖിയാമത്ത് നാളിൽ ഇവന്റെ ഒരു വശം തളർന്നിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ നാണം കെടുത്തുന്നതാണ്. അപ്പം അത്രയും ഗൗരവമുള്ള വിഷയമാണെന്ത്, ഈ ഭാര്യമാർക്കിടയിൽ നീതി കാണിക്കാതിരിക്കുക എന്നുള്ളത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീതം വെക്കുന്നതിൽ നീതി കാണിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള വിഷയമാണെന്ത്, അത് വാജിബാണെന്നുള്ളത്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുഗ്നിയിൽ പറയുന്നുണ്ട്, ലാ നഅലമു ബൈന അഹ്ലിൽ ഇൽമി ഫീ വുജൂബി തസ്വിയതി ബൈന സൗജാതി ഫിൽ ഖസ്മി ഖിലാഫൻ. ദിവസങ്ങൾ വീതം വെക്കുക എന്നതിൽ ഏതെങ്കിലും പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളതായി നമുക്ക് അറിയുകയില്ല. എന്നുവെച്ചാൽ അതിൽ ഇജ്മാ ഉണ്ട്, തർക്കമില്ലാത്ത വിഷയമാണ്. അപ്പം രണ്ട് ഭാര്യമാരുള്ളവർ ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യത്തെ ഭാര്യയുടെ അടുക്കൽ എത്ര ദിവസമാണോ നിൽക്കുന്നത് അത്രയും ദിവസം തന്നെ രണ്ടാമത്തെ ഭാര്യയുടെ അടുക്കൽ നിൽക്കൽ നിങ്ങളുടെ മേൽ വാജിബാണ്. ഇജ്മാ ഉള്ള വിഷയം. നിങ്ങൾക്കങ്ങനെ രണ്ടാമത്തെ ഭാര്യയുടെ അടുക്കൽ ആദ്യത്തെ ഭാര്യയുടെ അടുക്കൽ നിൽക്കുന്ന അത്രയും ദിവസം നിൽക്കാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ വിവാഹം കഴിക്കണ്ട ആണല്ലോ പറഞ്ഞു. ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദതൻ. നിങ്ങൾക്ക് നീതി പാലിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരു വിവാഹം മാത്രം കഴിക്കുക. അപ്പോൾ കല്യാണം കഴിച്ച് നീതി പാലിക്കാതിരിക്കുക എന്നുള്ളത് വളരെ അപകടമാണ്. കല്യാണം കഴിക്കാതിരിക്കുന്നതിനേക്കാൾ അപകടമാണ്. അതുപോലെ തന്നെ ഒന്നിലധികം ഭാര്യമാരുള്ളവർ, ആ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ട സൗദ റളിയല്ലാഹു അൻഹ, അവർക്ക് വയസ്സായി. എന്നുവെച്ചാൽ അവരെ ആദ്യം ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതിന് ശേഷം ആദ്യം വിവാഹം ചെയ്യുന്ന സൗദ റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ അവസാന കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാനായ, അതായത് 60-62 വയസ്സൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രായമായ സമയത്ത് സൗദ റളിയല്ലാഹു അൻഹ അങ്ങേയറ്റം എന്ത് ചെയ്തു, പ്രായം വളരെയധികം അധികരിച്ചു. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കാൻ അവർ ബാധ്യതയാക്കപ്പെട്ടിട്ടുള്ള ഹക്കുകൾ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തു തീർക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
അവിടെ നിന്ന് തൊലാക്ക് ചെയ്തേക്കുമോ എന്ന് ഭയപ്പെട്ടപ്പോൾ അവരെന്താ ചെയ്തത്? എൻ്റെ ദിവസം നിങ്ങൾ എന്ത് ചെയ്തോ? ആയിഷയ്ക്ക് വേണ്ടി കൊടുത്തു. എൻ്റെ ദിവസം നിങ്ങൾ എന്ത് ചെയ്തോ? നിങ്ങൾ എനിക്ക് തരണം നിർബന്ധമില്ല, അത് നിങ്ങൾ ആയിഷയ്ക്ക് വേണ്ടി കൊടുത്തോളൂ. അങ്ങനെ നിങ്ങൾ നിശ്ചയിക്കുകയും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഭാര്യയായി തന്നെ നിലനിർത്തുകയും വേണം എന്ന് സൗദ റളിയല്ലാഹു അൻഹ അവിടെ ഒരു കോംപ്രമൈസിലേക്ക് എത്തുക. അത് ദീൻ പഠിപ്പിച്ചെന്ന കാര്യമാണ്. അള്ളാഹു ആയത്ത് അവതരിപ്പിച്ച വിഷയം. വൈനിമ്രഅത്തുൻ ഖാഫത് മിൻ ബഅലിഹാ നുശൂസൻ ഔ ഇറാദൻ എന്ന് പറഞ്ഞിട്ടൊരു ആയത്ത് ഇവരുടെ വിഷയം, സൗദ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണെന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ രൂപത്തിൽ ഒന്നിലധികം ഭാര്യമാരുള്ളവർ ശ്രദ്ധിക്കേണ്ട പല വിഷയങ്ങളും ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തൊലാഖിലേക്ക് എത്തിക്കുന്ന പോരായ്മയാണെന്ത്? നിക്കാഹിന്റെ സമയത്ത് പറഞ്ഞുറപ്പിച്ച പല കരാറുകളുണ്ടാവും, പല കണ്ടീഷൻസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിക്കാഹ് ചെയ്യാം, നിങ്ങളെ എൻ്റെ മകൾക്ക് വിവാഹം ചെയ്തു തരാം എന്ന് പെണ്ണിൻ്റെ വലി നമ്മളോട് പറഞ്ഞിട്ടുള്ള, അറിയിച്ചു തന്നിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ടാവും. ഇത് പലരും കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ മറക്കും, അല്ലെങ്കിൽ മനഃപൂർവ്വം മറന്നതുപോലെ നടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് അഹഖു ശുറൂതി അൻ തൂഫു ബിഹി മസ്തഹലൽതും ബിഹിൽ ഫുറൂജ്. നിങ്ങൾ പൂർത്തീകരിച്ചതിൽ ഏറ്റവും പൂർത്തീകരിക്കാൻ കടപ്പെട്ട ബാധ്യതകൾ എന്നുള്ളത് ഏത് ബാധ്യതകൾ അല്ലെങ്കിൽ ഏത് നിബന്ധനകൾ കൊണ്ടാണോ, അത് അംഗീകരിച്ചുകൊണ്ടാണോ നിങ്ങൾ മറ്റു പല സ്ത്രീകളുടെയും ഗുഹ്യാവയവം നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടത്, അതാണ് നിങ്ങൾ പൂർത്തീകരിക്കാൻ ഏറ്റവും അധികം കടപ്പെട്ടിട്ടുള്ള ബാധ്യത. നിങ്ങൾക്ക് ഏറ്റവും അധികം ബാധ്യതയുള്ളത് ആ കാര്യങ്ങൾ പൂർത്തീകരിക്കണം. നിങ്ങൾ ഏറ്റവും അധികം കടപ്പെട്ടിട്ടുള്ളത് അത്തരം നിബന്ധനകൾ പൂർത്തീകരിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വെച്ചാൽ നിസ്സാരമാക്കേണ്ട വിഷയമല്ല, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത് ആ സ്ത്രീക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിക്കാഹിന്റെ സമയത്ത് ഹറാമല്ലാത്ത എന്ത് കണ്ടീഷനും വെക്കാം. ഈ കണ്ടീഷൻ ഇവൻ പാലിച്ചാൽ ആ കണ്ടീഷൻ അവൻ പൂർത്തീകരിക്കൽ നിർബന്ധം. ഈ കണ്ടീഷൻ അവര് വെക്കുന്ന കണ്ടീഷൻ ഇവൻ എന്ത് ചെയ്യുക, സമ്മതിക്കണം. നിക്കാഹ് കഴിക്കുന്ന വ്യക്തി സമ്മതിക്കുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ മേൽ എന്തായി, ആ എന്താണോ ഏറ്റെടുത്ത ബാധ്യത, കണ്ടീഷൻ, അത് പൂർത്തീകരിക്കൽ ഇവന്റെ മേൽ നിർബന്ധമാണ്. ഹറാമല്ലാത്ത ഏത് കണ്ടീഷൻ എന്ത് ചെയ്യാം, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മേൽ നിക്കാഹിന്റെ സമയത്ത് വെക്കാം. പിന്നെ ഉള്ള വിഷയം എന്നുള്ളത് ഇവിടെ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് അത് ഈ മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളും മറ്റുമൊക്കെയാണ്. അത് ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന വിഷയതുകൊണ്ട് അതിൽ വിശദമായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും അങ്ങേയറ്റം ലഹരി പദാർത്ഥങ്ങൾ വ്യാപകമാണ്. നമ്മുടെ നാട്ടിൽ ലഹരി പദാർത്ഥങ്ങൾ അങ്ങേയറ്റം വ്യാപകമാണ്. അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇനങ്ങളും അത് ഉപയോഗിക്കുന്ന രീതികളും രൂപങ്ങളൊക്കെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. പല രീതിയിലും പല രൂപങ്ങളിലൊക്കെ ഉണ്ട്. ശ്വസിക്കുന്നതുണ്ട്, കുടിക്കുന്നതുണ്ട്, നരമ്പിലൂടെ കയറ്റുന്നതുണ്ട്, പലതരത്തിൽ പൊടികളായിട്ടും ഗുളികകളായിട്ടും അതുപോലെ തന്നെ ടേപ്പുകളായിട്ടും പല രീതിയിൽ പല രൂപത്തിൽ വളരെയധികം പ്രത്യേകിച്ച് വലിയ വലിയ ടൗണുകൾ, പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളുടെ ഉപയോഗം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് വളരെയധികം നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നമ്മുടെ ബുദ്ധിയെ മറക്കുന്ന എല്ലാം ഹറാമാണ്. ബുദ്ധിയെ മറക്കുന്നതെല്ലാം, ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ
അത് നമ്മുടെ ബുദ്ധിയെ എന്ത് ചെയ്യുന്നുണ്ട്, മറയ്ക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം ഹറാമാണ്. പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് മദ്യം കഴിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നാണ്. ഒരിക്കലല്ല. ബുദ്ധിയെ മറയ്ക്കുന്ന എല്ലാം ദീനിൽ ഹറാമാണ്. എല്ലാം. അതേത് രൂപത്തിലാണ് നമ്മൾ അതുമാത്രം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത്, നമ്മളൊരു കാര്യം കുറേ കഴിച്ചാൽ അത് നമ്മുടെ ബുദ്ധിയെ മറയ്ക്കുമെങ്കിൽ ആ കാര്യം കുറച്ച് കഴിക്കലും ഹറാമാണ്. ശ്രദ്ധിക്കണം. പല ആളുകളും പെട്ടുപോകുന്നത് ഇത്തരം കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. മദ്യപാനം അതിൽ കുടുങ്ങിപ്പോയ പല ആളുകളും അവർ പറയുന്നത് കേൾക്കാം. അവരാദ്യം മദ്യം കഴിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ്? ലഹരി ബാധിക്കുന്ന അവസ്ഥയിലല്ല. എന്നുവെച്ചാൽ അവരുടെ കൂട്ടുകാർ പറഞ്ഞ് പഠിപ്പിക്കുന്നത് നീ ഇത്ര കഴിച്ചാൽ നിന്റെ ബുദ്ധി ലഹരി ബാധിക്കൂല എന്നവർ ഉറപ്പിച്ചു പറയും. എന്നിട്ട് അവർ കുടിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇവൻ വിചാരിക്കുന്നത് ഇത് ലഹരി ബാധിക്കുന്നില്ലല്ലോ ഇത്ര കുടിച്ചാൽ, അപ്പൊ പിന്നെന്താ ഇത്ര കുടിച്ചാൽ അത് അങ്ങനെ ഹറാമാവുക എന്നവൻ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. ഒരു കാര്യം കുറെ ഉപയോഗിക്കുമ്പോൾ ലഹരി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് ഉപയോഗിക്കലും ഹറാമാണ്. ഒരു കാര്യം അത് കുറെ ഉപയോഗിക്കുമ്പോൾ ലഹരി ബാധിക്കുമെങ്കിൽ, അത് ബുദ്ധിയെ മറയ്ക്കുമെങ്കിൽ അതിൻ്റെ കുറച്ച് ഉപയോഗിക്കലും ഹറാമാണ് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പിന്നെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. ഭാര്യ ശ്രദ്ധിക്കേണ്ട പല വിഷയങ്ങൾ, ഭർത്താവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. അതിൽ ചുരുക്കി പറയാണ്, സമയം കുറവാണ്. ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാമത്തത് ഭർത്താവിനെ അനുസരിക്കാതിരിക്കുക എന്നുള്ളത് അല്ലേ. പ്രത്യേകിച്ച് ഇന്ന് ഫെമിനിസവും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുന്ന ധാരാളം തെറ്റായ പല തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ വ്യാപകമാണ്. ആണും പെണ്ണും സമം, ജെൻഡർ ഈക്വാലിറ്റിയൊക്കെ വളരെയധികം സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ വളരെയധികം ഒരു സ്ത്രീ ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്ത്? അവൾക്ക് അവളുടെ ഭർത്താവിനോടുള്ള കടമ എത്രയും വലുതാണ് എന്നുള്ളത് അവൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? തിരിച്ചറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു ഹദീസ്. ചിലത് പ്രധാനപ്പെട്ടത് മാത്രം ചുരുക്കി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിൽ മർഅതി അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇസ്നിഹി. ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവ് ഉണ്ടായിരിക്കെ ആ ഭർത്താവിൻ്റെ അനുമതിയില്ലാതെ നോമ്പെടുക്കാൻ പറ്റില്ല, അനുവാദമില്ല. ആലോചിച്ച് നോക്കണം. ആ സ്ത്രീ നോമ്പെടുക്കുകയാണ്, അള്ളാഹുവിനുള്ള ഇബാദത്ത് ചെയ്യാണ്. പക്ഷെ അതുപോലും ഭർത്താവിൻ്റെ അനുമതി ഇല്ലെങ്കിൽ ആ സ്ത്രീനെ എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസാണെന്ത്? ഇദാ ദഅ അർ-റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി ഫഅബത് ഗദ്ബാന അലൈഹാ ഫഅബത് ഫബാത ഗദ്ബാന അലൈഹാ ലഅനത്ഹൽ മലായികതു ഹത്താ തുസ്ബിഹ്. ഒരു പുരുഷൻ തൻ്റെ സ്ത്രീയെ വിരിപ്പിലേക്ക് ക്ഷണിക്കുകയാണ്, എന്നുവെച്ചാൽ ലൈംഗിക ബന്ധത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഫഅബത്, അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? കൂട്ടാക്കാതിരിക്കുകയാണ്. ഫബാത ഗദ്ബാന അലൈഹ, അങ്ങനെ രാത്രി അവൻ ഇവളോട് ദേഷ്യപ്പെട്ട രൂപത്തിൽ കഴിച്ചുകൂട്ടും. അങ്ങനെയാണെങ്കിൽ ലഅനത്ഹൽ മലായികതു ഹത്താ തുസ്ബിഹ്, നേരം വെളുക്കുന്നത് വരേക്കും മലക്കുകൾ ഇവളെ ശപിച്ചുകൊണ്ടേയിരിക്കും. നേരം വെളുക്കുന്നത് വരേക്കും മലക്കുകൾ ഇവളെ ശപിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹു തന്നെ സത്യം, മാ മിൻ റജുലുൻ യദഉ ഇംറഅതഹു ഇലാ ഫിറാശിഹാ ഫതഅബ അലൈഹി, ഏതൊരു പുരുഷനും തൻ്റെ ഭാര്യയെ വിരിപ്പിലേക്ക് ക്ഷണിക്കുകയും എന്നിട്ട് ആ ഭാര്യ അത് നിരസിക്കുകയും ചെയ്താൽ ഇല്ലാ കാനല്ലദീ ഫിസ്സമാഇ സാഖിതൻ അലൈഹാ, ശ്രദ്ധിക്കണം, വളരെ കടുത്ത വാക്കാണ്. അങ്ങനെ ആയാൽ ആകാശത്തുള്ളവൻ അവളെ പറ്റി ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും. ആകാശത്തുള്ളതാരാ? അല്ലാഹു സുബ്ഹാനഹു. അല്ലാഹു അവളോട് കോപിക്കുന്നു. ഏതുവരേക്കും? ഹത്താ യർദ അൻഹ, ഈ ഭർത്താവ് അവളെ പറ്റി തൃപ്തിപ്പെടുന്നതുവരേക്കും അള്ളാഹ് അവളോട് കോപിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്.
അതുപോലെ തന്നെ വേറെ ഒരുപാട് ഹദീസുകൾ നമുക്കൊക്കെ അറിയുന്ന ഹദീസാണ്. ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു സ്ത്രീ 5 നിസ്കാരങ്ങൾ നിസ്കരിക്കുകയാണ്. വസാമത് ഷഹറഹ, റമദാനിന്റെ നോമ്പ് അവൾ എടുത്തു വിട്ടുകയാണ്. വഹഫിളത് ഫർജഹ, അവളുടെ ലൈംഗികാവയവം അവൾ സംരക്ഷിക്കുകയാണ്, കാത്തു സൂക്ഷിക്കുകയാണ്. വഅതാഅത് സൗജഹ, അവൾ അവളുടെ ഭർത്താവിനെ അനുസരിക്കുകയാണെങ്കിൽ ഖീല ലഹ, അവളോട് പറയപ്പെടും ഉദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅ്ത, നീ സ്വർഗത്തിന്റെ ഏതു വാതിലുകളിലൂടെയാണോ ഉദ്ദേശിക്കുന്നത് അതിലൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളാൻ ഒരു സ്ത്രീയോട് പറയപ്പെടും. ഒരു സ്ത്രീക്ക് ഇത്രയേ ദീനിൽ ബാധ്യതയുള്ളൂ. ഒരു സ്ത്രീക്ക് ഇത്രേ ദീനിൽ ബാധ്യതയുള്ളൂ. വളരെ സിമ്പിളാണ്. സ്ത്രീകൾ അത്രയും ദുർബലരാണെന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കുള്ള ചുമതലകളും വളരെ കുറച്ചേ ഉള്ളൂ, അവർക്കുള്ള ബാധ്യതകളും വളരെ കുറച്ചേ ഉള്ളൂ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അവളോട് സ്വർഗത്തിന്റെ ഏത് കവാടങ്ങളിലൂടെ നിനക്ക് പ്രവേശിക്കണം നീ ഉദ്ദേശിക്കുന്നു അതിലൂടെ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്ന് പല വിഷയങ്ങളും ചോദിച്ചിട്ട് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് ചോദിക്കും, നിനക്ക് ഭർത്താവുണ്ടോ? ഉണ്ടെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് പറയുന്നത് എന്താണെന്നറിയോ? ഫൻദുരി ഐന അൻതി മിൻഹു, നീ ആ ഭർത്താവിന് അയാളുടെ മനസ്സിൽ നിനക്ക് എത്രത്തോളം സ്ഥാനമുണ്ട് എന്നുള്ളത് നീ എന്ത് ചെയ്യണം? എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം എന്താ? ഫൈന്നമാ ഹുവ ജന്നതുകി വനാറുക്, തീർച്ചയായും അവൻ നിന്റെ സ്വർഗവും നരകവുമാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ ഭർത്താക്കന്മാർ നേരെ തിരിച്ചു ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്തും ഭാര്യയോട് കൽപ്പിക്കാം, എന്തും പറയാം, ഒക്കെ എന്ത് ചെയ്താലും അനുസരിക്കണം. അങ്ങനല്ല. ലാ താഅത ഫീ മഅസിയത്തിൽ ഖാലിഖ്, അള്ളാഹിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരാളെ അനുസരിക്കേണ്ടതില്ല. അള്ളാഹിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരാളെ അനുസരിക്കേണ്ടത്, അത് ഭർത്താവായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ, ആരെയും അനുസരിക്കേണ്ടതില്ല. ഹറാമാകാത്ത എന്ത് കാര്യം കൊണ്ട് ഭർത്താക്കന്മാരെ കൽപ്പിച്ചാലും ഭാര്യമാരതനുസരിക്കൽ നിർബന്ധമാണ്. അത് അള്ളാഹുവിന്റെ തൃപ്തി അവൾക്ക് കിട്ടാൻ വളരെ അത്യന്താപേക്ഷികമാണ്. പിന്നെ മറ്റൊരു വിഷയം, സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഭർത്താവിൻ്റെ ഉപ്പാനോടും ഉമ്മാനോടുമുള്ള പെരുമാറ്റത്തിലുള്ള പിശകുകൾ. അത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെയാണ് താമസിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ചു. ഭർത്താവിൻ്റെ ഉപ്പയും ഉമ്മയും നമ്മൾ ശ്രദ്ധിക്കേണ്ട. ആദ്യം സാന്ദർഭികം സൂചിപ്പിക്കട്ടെ, ഒരു ഭാര്യയ്ക്ക് എന്തില്ല? ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും എല്ലാ കാര്യങ്ങളും നോക്കൽ നിർബന്ധമൊന്നുമല്ല. പല ആളുകളും വിചാരിച്ചിട്ടുള്ള അങ്ങനെയാണ്. പക്ഷേ എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ ഉപ്പാനും ഉമ്മാൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് എൻ്റെ ഭാര്യയുടെ കടമയാണെന്ന് പല ആളുകളും വിചാരിച്ചിട്ടുണ്ട്. ശരിയല്ല, അതൊരിക്കലും ശരിയല്ല. അവൾക്ക് നിർബന്ധ ബാധ്യതയൊന്നുമില്ല. അവളത് പാലിക്കൽ നല്ലതാണ്. ഏറ്റവും വളരെ നല്ല സൽസ്വഭാവത്തിലും നല്ല ഗുണത്തിലൊക്കെ പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ അത് അവളുടെ മേൽ നിർബന്ധ ബാധ്യതയൊന്നുമല്ല. ദീനുൽ ഇസ്ലാം അങ്ങനെ നിർബന്ധ ബാധ്യതയാക്കി പഠിപ്പിച്ചെന്നിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് എന്താ പറയുക, ഇബ്നു ഉസൈം റഹിമഹുള്ളയും അതുപോലെ തന്നെ സൗദിയിലെ ലജ്ന ദായിമിയൊക്കെ വ്യക്തമാക്കിയിട്ടുള്ള വിഷയമാണ്. അതൊരിക്കലും ഒരു ഭാര്യയുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എന്താ, വളരെ നല്ല ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾക്ക് സാധിക്കുന്നതിൻ്റെ പരമാവധി, നിർബന്ധമാണെന്നുള്ള രൂപത്തിലല്ല, അവൾക്ക് പറ്റുന്നതിൻ്റെ കഴിവിൻ്റെയും അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെയും സൗകര്യത്തിൻ്റെയൊക്കെ പരമാവധി അവൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യവുമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ത്, ചില സ്ത്രീകൾ ഭർത്താവിൻ്റെ ഉമ്മയുടെ ഉപ്പയുടെയും കൂടെ താമസിക്കാൻ കൂട്ടാക്കൂല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശർഈയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. ശർഈയായ എന്തെങ്കിലും കാരണങ്ങൾ, ഇപ്പോൾ ഒരു സ്ത്രീ എന്ത് ചെയ്യണം, നിക്കാഹിൻ്റെ സമയത്ത് ഷർത്ത് കണ്ടീഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കണ്ടീഷൻ വെക്കുകയാണ്, ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും മാറി വേറൊരു വീട്ടിൽ താമസിക്കണം എന്ന സ്ത്രീ കണ്ടീഷൻ വെക്കുകയാണെങ്കിൽ ആ കണ്ടീഷൻ പാലിക്കൽ നിർബന്ധമാണ്. ആ കണ്ടീഷൻ പാലിക്കൽ
അല്ലെങ്കിൽ ഇപ്പോൾ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പല വീടുകളിലും ഇപ്പോൾ ഒന്നിലധികം സഹോദരന്മാരുള്ള വീടുകളാണെങ്കിൽ പ്രത്യേകിച്ചും ആ വീട്ടിൽ മഹറമുകളുടെ ഇഖ്തിലാത്തൊന്നും വരാതെ മഹറമുകളുടെ കൃത്യമായ വിധിവിലക്കുകളൊക്കെ പാലിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്ന അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ. അതായത് വലിയ സൗകര്യമുള്ള സാമ്പത്തികമായി കഴിവുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ അങ്ങനെ ഇല്ലാത്ത പരിമിതമായ സൗകര്യങ്ങൾ നിൽക്കുന്ന ആളുകൾക്ക് അത് പല ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ആകാറുണ്ട്. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് അവിടെ നിൽക്കാൻ പ്രയാസമാണെന്ന് പറയുന്നതിലും തെറ്റില്ല. ഇങ്ങനെ എന്തെങ്കിലും ശർഈയായ കാരണങ്ങൾ കൊണ്ടാണ് ഒരു സ്ത്രീ ഭർത്താവിൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ നിൽക്കാത്തത്, താമസിക്കാത്തതെങ്കിൽ അത് തെറ്റുള്ള പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരവസ്ഥ ഒരിക്കലും ഒരു സ്ത്രീക്ക് ഉണ്ടാവാതല്ല. എന്നുവെച്ചാൽ അവരെന്ത് ചെയ്യണം? അത് ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ തൻ്റെ ദാമ്പത്യ ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം സഹായിക്കുന്നൊരു കാര്യമാണെന്നുള്ള നിലയ്ക്ക്, എന്നാൽ നിർബന്ധമല്ല. അതുകൊണ്ട് തന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി മാക്സിമം അവർക്ക് സഹായങ്ങൾ, അതുപോലത്തെ നല്ല പെരുമാറ്റവും നല്ല രൂപത്തിൽ ഇടപെടലും അവർക്ക് പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കലൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഇനി മൂന്നാമത്തെ ഭാഗം വേഗത്തിൽ ഞാൻ പറയാം. മൂന്നാമത്തെ ഭാഗം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഭാര്യയും ഭർത്ത രണ്ടുപേരും ബാധിക്കുന്ന വിഷയങ്ങളാണ്. ആദ്യം പറഞ്ഞത് ആരുമായി ബന്ധപ്പെട്ടതാണ്? ഭർത്താവുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത് പറഞ്ഞത് ഭാര്യയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി മൂന്നാമത് പറയാനുള്ളത് രണ്ടുപേരും തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള ചില വിഷയങ്ങളാണ്. അതിലൊന്നാമത്തെ വിഷയം എന്നുള്ളത് അവർക്കിടയിലുള്ള ഇഷ്ടം എന്ത് ചെയ്യുക? കുറഞ്ഞു പോവുക എന്നുള്ളതാണ്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം. എന്താ പറയുക, നമ്മൾ ആദ്യത്തെ ആ ദിവസങ്ങളിൽ, ആദ്യ രാത്രിയോ അല്ലെങ്കിൽ പിന്നീടുള്ള ആദ്യത്തെ ആ ദിവസങ്ങളോ അല്ലെ, ഹണിമൂൺ എന്നൊക്കെ പറയുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന ഇഷ്ടമൊന്നും പിന്നീട് ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് സ്വാഭാവികമാണ്. പക്ഷെ ഈ ഇഷ്ടക്കുറവ് എന്തിലേക്ക് എത്തരുത്? പരസ്പരമുള്ള അകൽച്ചയിലേക്കും പിരിയലിലേക്കും എത്തുന്നത് വളരെ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യാതിരിക്കാൻ, അതിനൊരുപാട് വഴികളുണ്ട്. ഒന്നാമത്തെ വഴി എന്നുള്ളത് ഈ ഇഷ്ടം നിലനിർത്താൻ, അത് വർദ്ധിക്കാനുള്ള വഴികൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇഷ്ടം നിലനിർത്താനും അത് വർദ്ധിക്കാനുള്ള വഴികൾ നമ്മൾ പരമാവധി എപ്പോഴും, അത് ഒരുപാട് ദീനിൽ ഇസ്ലാമിൽ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ വഴി എന്താണെന്നറിയോ? നിങ്ങൾ കേട്ട ചിലപ്പോൾ അത്ഭുതപ്പെടും. എന്താ ഒന്നാമത്തെ വഴി? സലാം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ വഴി സലാം വർദ്ധിപ്പിക്കുക. വീട്ടിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു മര്യാദയാണ് ബിസ്മി ചൊല്ലി ഉള്ളിലേക്ക് കയറുക. അതേപോലെ തന്നെ വീട്ടുകാരോട് എന്ത് ചെയ്യുക? സലാം പറയുക. നമ്മൾ ആരെ കണ്ടാൽ സലാം പറയുന്ന ആളാണെങ്കിലും തീരെ സലാം പറയാത്തൊരു സ്ഥലമാണ് എന്ത്? വീട് എന്നുള്ളത്. എവിടെ പോയാലും സലാം പറയുന്ന ആളായിരിക്കും, പക്ഷെ വീട്ടുകാരെ കണ്ട സലാം പറയില്ല. അത് ശരിയല്ല. ഏറ്റവും കൂടുതൽ സലാം പറയാൻ അർഹരായിട്ടുള്ള ആളുകൾ നമ്മുടെ വീട്ടുകാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ? ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. വളരെ ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. നിങ്ങൾ ഈമാനുള്ളവരാകുന്നത് വരേക്കും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരേക്കും നിങ്ങൾ പരിപൂർണമായ ഈമാനുള്ളവരും ആകുന്നില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അഫലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാം. ആ കാര്യത്തിന് പ്രത്യേകത എന്താ? നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെടും. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, പ്രാക്ടിക്കലാക്കിയാൽ നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും? ഇഷ്ടപ്പെടും. എന്താ പറഞ്ഞത്? അഫ്ഷു സലാമ ബൈനക്കും. നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കാൻ. സലാം പറയുന്നത് അധികരിപ്പിക്കാന്നല്ല, സലാം വ്യാപിപ്പിക്കാൻ. ഒരുപാട് ഹദീസുകൾ, ഒരുപാട് അദബുകൾ പഠിപ്പിച്ചു തന്നിട്ട് സലാമിനെ പറ്റി. ഒരെണ്ണം മാത്രം ഞാൻ പറയാം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയുന്നത് എത്രത്തോളം അധികരിപ്പിച്ചിരുന്നു മനസ്സിലാൻ വേണ്ടി മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു സ്വഹാബിയും ഇങ്ങനെ നടന്നു പോവാണ്. രണ്ടുപേരും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും. രണ്ടുപേരും കണ്ടുമുട്ടി സലാം പറഞ്ഞു, സംസാരിച്ച് ഇങ്ങനെ നടന്നു പോവാണ് രണ്ടുപേരും. ഇതൊരു മരമാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ നടന്നു പോയി, വലിയൊരു മരം. രണ്ടുപേരും, ഒരാൾ ഇപ്പുറത്തേക്ക് പോയി, ഒരാൾ ഇപ്പുറത്തേക്ക് പോയി.
എന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ തിരിച്ച് വീണ്ടും കണ്ണുമുട്ടി വീണ്ടും സലാം പറഞ്ഞു. വീണ്ടും സലാം പറഞ്ഞു. അത്രയധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ചുമര് വിട്ട് കിടക്കുമ്പോഴേക്കും, ചെറുതായ ഒന്ന് കണ്ണിൽ നിന്ന് മറഞ്ഞു പോകുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ട്? സലാം പറയാറുണ്ട്. അങ്ങനെയാണ് സലാം വ്യാപിപ്പിക്കുക. വളരെയധികം നമ്മൾ എന്ത് ചെയ്യണം? അധികരിപ്പിക്കണം സലാം പറയുന്നത്. നമുക്ക് പല ആളുകൾക്കും കുറേ സലാം പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഇത്രയധികം സലാം പറയുന്നൊരു അത്ഭുതമൊക്കെ തോന്നാറുണ്ട്. ചിലർക്ക് നേരെ തിരിച്ചാണ്. ആളുകൾക്കിടയിൽ സലാം പറയുന്ന ഒരു അപകർഷതാ ബോധം. മെല്ലെ പറഞ്ഞൂടെ, ഇങ്ങനത്തെ ഉറക്കൊക്കെ പറയണം. അല്ലെങ്കിൽ പലതരത്തിലുള്ള മെന്റാലിറ്റിയാണ് പല ആളുകൾക്കും സലാം പറയുന്ന വിഷയത്തിൽ. സലാം പറയുന്നത് വളരെ പ്രത്യേകിച്ചും നമ്മുടെ വീട്ടുകാരോട് വളരെയധികം അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ ഇഷ്ടം വർദ്ധിപ്പിക്കാൻ വളരെ പ്രധാനപ്പെട്ട ആളുകൾ, താടി നരച്ചവരൊക്കെ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? ഹദിയ നൽകുക എന്നുള്ളത്. ഹദിയ നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തഹാദൗ തഹാബൗ, നിങ്ങൾ പരസ്പരം ഹദിയകൾ നൽകുക, സമ്മാനം, ഗിഫ്റ്റ് കൊടുക്കുക. അത് നിങ്ങൾക്കിടയിൽ എന്തുണ്ടാക്കും? സ്നേഹം വർദ്ധിപ്പിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കണ്ട വലിയ വിലപിടിപ്പുള്ള എന്തെങ്കിലും ആയിരിക്കണമെന്നൊന്നും വിചാരിക്കണ്ട. അവർ പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ അവർക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ഒരു സാധനം അത് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന മാറ്റം അത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം. അത് നിങ്ങൾ അനുഭവിച്ചിട്ട് തന്നെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവർക്ക് പരമാവധി മറ്റൊരു ഇഷ്ടം വർദ്ധിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വഴിയാണെന്ത്? അവർക്ക് അങ്ങേയറ്റം നമ്മൾ എന്ത് ചെയ്യുക? ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പരമാവധി അവർക്ക് ചെയ്തു കൊടുക്കുക. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും എല്ലാ നിലയ്ക്കും അവരിൽ എന്ത് ചെയ്യുക? നമ്മളുടെ മുഴുവൻ എഫർട്ട് അവർക്ക് കൊടുക്കുക. പരമാവധി പറ്റുന്നിടത്തോളം, സാധിക്കുന്നതിൻ്റെ പരമാവധി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയാളുടെ ഒരു ദീനാർ എന്ത് ചെയ്യുന്നു? ഒരു ദിർഹം ഒരു മിസ്കീന് കൊടുക്കുന്നുണ്ട്. മറ്റൊരു ദിർഹം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അടിമയെ മോചിപ്പിക്കാൻ കൊടുക്കുന്നുണ്ട്. മറ്റൊരു ദിർഹം അയാളുടെ വീട്ടുകാർക്കുള്ള ചെലവിന് കൊടുക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രതിഫലം കിട്ടുന്ന ദിർഹം ഏതാണെന്ന് അറിയോ? വീട്ടുകാർക്ക് ചെലവഴിക്കുന്ന ദിർഹം. നിസ്സാര വിഷയമല്ല അല്ലേ? ഹത്ത മാ തളഉ ഫീ ഇംറഅതിക്, നീ നിന്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്നത് പോലും സ്വതക്കയാണ്. സ്വതക്കയുടെ പ്രതിഫലമാണ്. സ്വതക്ക ചെയ്യാൻ നമ്മൾ കാണിക്കുന്ന ആവേശം എന്ത് ചെയ്യാറില്ല? വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കുന്നതിൽ പല ആളുകളും കാണിക്കാറില്ല. വീട്ടുകാർക്ക് എല്ലാം കൊടുത്ത് അവരുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കണം എന്നല്ല. ആവശ്യങ്ങൾ ആരുടെയും തീരൂല, അതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് അവർക്ക് അത്യാവശ്യം പൂർത്തീകരിക്കാൻ ഒരു നാട്ടിൻ്റെ ഉറഫനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ പൂർത്തീകരിക്കുന്നതിലാണ് നമ്മുടെ സമ്പത്ത് ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി അതിനായിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ളതിലേക്ക്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇഷ്ടം വർദ്ധിക്കാൻ അല്ലെങ്കിൽ ഈ ഇഷ്ടം കുറഞ്ഞു പോകാൻ തടസ്സമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, പല ആളുകളും ഈ ഉള്ള ഇഷ്ടം തുറന്നു പറയൂല. പലർക്കും അതൊരു എന്താണ്, ഒരു തൻ്റെ പൗരുഷം എന്ത് ചെയ്യും? അത് മാഞ്ഞു പോവും. നമ്മളൊന്നും എന്ത് ചെയ്യാൻ അങ്ങനെ പറയാൻ പാടില്ല, അതൊക്കെ ഒരു കുറച്ചിലാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അത് അബദ്ധമാണത്, ഒരിക്കലും ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ, ഒന്നും വേണ്ട, മദീനക്കാർക്ക് മുഴുവനും അറിയുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹ തമ്മിലുള്ള ഇഷ്ടം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും ഹദിയ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള ദിവസത്തിലാണ് ഹദിയ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാ? കൂടുതൽ സന്തോഷമാകാൻ വേണ്ടിയിട്ട്, ആ ഹദിയ കൂടുതൽ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. ഇത് മദീനക്കാർക്കിടയിൽ അറിയപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇഷ്ടം
ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, അയ്യുന്നാസി അഹബ്ബു ഇലൈക്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾക്ക് ഏറ്റവും മനുഷ്യരിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ് ചോദിക്കുമ്പോൾ ഉടനടി ഉത്തരം വന്നു, ആയിഷ. ഭാര്യമാരോടുള്ള ഇഷ്ടം അത് പ്രകടിപ്പിക്കണം, അത് പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കണം, അത് നമ്മുടെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കണം. അവരെ വിളിക്കുന്ന പേരുകളിൽ നല്ല നല്ല പേരുകൾ ഉപയോഗിക്കണം. പല ആളുകളും എന്താ പറയാ, നമ്മൾ ഹറാമായ പ്രണയങ്ങൾ പാടില്ല, പ്രേമം പാടില്ല, അങ്ങനത്തെ എന്താ പറയാ പലതരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും പാടില്ല എന്ന് പറയും. പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് അതൊന്നും ദീനിൽ മൊത്തത്തിൽ ഹറാമാണെന്ന്. അത് മൊത്തത്തിൽ ഹറാമായതുകൊണ്ടല്ല അതിനെതിരെ സംസാരിക്കുന്നത്, മറിച്ച് വിവാഹത്തിന് മുമ്പ്, കല്യാണത്തിന് മുമ്പ് അത് ഹറാമായതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ വിവാഹത്തിന് മുമ്പുള്ള പ്രണയങ്ങളും പ്രേമങ്ങളും വ്യാപകമായതുകൊണ്ടാണ് അതിനെതിരെ വിമർശിക്കുന്നത്. പ്രണയിക്കണം വിവാഹത്തിന് ശേഷം ഭാര്യയെ. അത് അങ്ങനെ തന്നെ. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഇഷ്ടം അത് നമ്മൾ പുറമേക്ക് പ്രകടിപ്പിക്കണം, അത് പുറത്തേക്ക് കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ട്, ഖദീജ റളിയല്ലാഹു അൻഹ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നു. നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടുള്ള ഇഷ്ടം കാരണത്താൽ അവരെ പലപ്പോഴും അവരുടെ മരണശേഷവും അവരുടെ പല നല്ല നല്ല ഗുണങ്ങൾ എടുത്തെടുത്ത് പറയാറുണ്ട്. അവരങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, പലതും പറയാറുണ്ട്. എത്രത്തോളം ഇത് കേട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന വാക്കെന്താണെന്നറിയോ, ഞാൻ ഒരിക്കൽ പോലും ഈ സ്ത്രീയെ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ മറ്റ് ദുനിയാവിലെ ഏതൊരു സ്ത്രീയെക്കാളും എനിക്ക് ഗൈറത്ത് തോന്നിയിട്ടുള്ളത് ഈ സ്ത്രീയോടാണ്. അത് ഇഷ്ടം എന്നുള്ളത് അങ്ങനെയാണ്, അത് പ്രകടിപ്പിക്കുക തന്നെ വേണം, പറയേണ്ടടുത്ത് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പലപ്പോഴും യാ ആയിഷു എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വിളിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ജമാഅത്തിന് വരുമ്പോൾ വുളു എടുത്തിട്ട് ഇറങ്ങുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചുംബനം കൊടുത്തിട്ടാണ് പള്ളിയിലേക്ക് വരാറുള്ളത്. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ, ഇതൊന്നും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ട വിഷയങ്ങളൊന്നുമല്ല. ഇത്തരം കാര്യങ്ങൾ അത് നിങ്ങൾ പ്രകടിപ്പിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രകടിപ്പിക്കേണ്ട വിഷയമാണ്. അതൊന്നും ഉള്ളിൽ വെച്ച് നടക്കേണ്ട കാര്യങ്ങളല്ല. ഉള്ളിൽ കുറേ സ്നേഹമുണ്ട് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, അവരോട് പ്രകടിപ്പിക്കുക തന്നെ വേണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനിയിപ്പോൾ ഈ സ്നേഹം കുറഞ്ഞു പോയി എന്ന് വിചാരിക്കുക, മനസ്സിൽ ആ സ്നേഹം പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു, മുമ്പത്തത്ര ഇല്ല എന്ന് വിചാരിക്കുക. എങ്കിലും നമ്മൾ ഭാര്യയോട് നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ അങ്ങേയറ്റം നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള രൂപത്തിലല്ലാതെ സംസാരിക്കരുത്. ശ്രദ്ധിക്കണം, വളരെ പല ആളുകൾക്ക് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 സന്ദർഭത്തിൽ മാത്രമേ കളവ് അനുവദിച്ചു തന്നിട്ടുള്ളൂ. കളവ് അങ്ങേയറ്റം മോശപ്പെട്ട കാര്യം, വളരെ വൃത്തികെട്ട സ്വഭാവമാണ്. അത്രയും ഗുരുതരമായ തിന്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 സന്ദർഭങ്ങളിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അതിലൊരു സന്ദർഭം എന്താണെന്നറിയോ, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും സംസാരിക്കുന്ന സന്ദർഭത്തിൽ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഫുള്ള് കളവ് പറയാന്നല്ല അതിൻ്റെ അർത്ഥം. അതിൽപ്പെട്ടൊരു സന്ദർഭമാണെന്ത്, ഈ സന്ദർഭം. നമുക്ക് അവരോടുള്ള ഇഷ്ടം കുറഞ്ഞു പോയി എന്ന് വിചാരിക്കും. അപ്പോൾ എന്നാലും നമ്മൾ അവരോട് എന്താ പറയേണ്ടത്, നിന്നെ ഞാൻ ലോകത്ത് എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെടുന്നു ആ രൂപത്തിൽ. അത് ശരിക്കും നേരെ നോക്കുമ്പോൾ അത് കളവാണ്. പക്ഷെ ഭാര്യയോട് അങ്ങനെ പറയാവോ? ഭാര്യയോട് നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയാവോ? അതൊരു സംഭവമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നടക്കുന്നൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, ഒരു വ്യക്തിയോട് ഇതുപോലെ പറയാം. അതായത് ആ സ്ത്രീ എന്ത് ചെയ്യും, ഈ സ്വഹാബിയോ താബിയാണ്, കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇദ്ദേഹം എന്ത് ചെയ്യും, ഭാര്യ ഭർത്താവിനോട് ചോദിക്കും, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, താങ്കൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പൊ ഈ പെണ്ണ് അള്ളാഹിനെ മുൻനിർത്തി ചോദിക്കല്ലേ, അപ്പൊ കളവ് പറയാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇയാൾ ഉള്ളത് പറഞ്ഞു, ഇല്ല നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആകെ പ്രശ്നമായി.
അപ്പോൾ വിഷയം ഉമർ ബിൻ ഖത്താബിന്റെ അടുക്കലേക്ക് എത്തി. അപ്പോൾ ഉമർ ബിൻ ഖത്താബിന്റെ അടുക്കൽ ഇദ്ദേഹം വന്ന് പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് ഇയാളോട് ദേഷ്യപ്പെടുകയാണ്, നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞത് പറഞ്ഞു. അപ്പോൾ അവള് അള്ളാനെ മുൻനിർത്തി ചോദിക്കും, ഞാൻ പിന്നെ എങ്ങനെ കളവ് പറയാം, അവിടെ കളവ് പറയാൻ പറ്റുമോ, അവിടെ അങ്ങനെ തന്നെ പറയണമെന്ന് പറഞ്ഞു, ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെ പറയണം. എന്നിട്ട് ഈ ഹദീഫ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, എല്ലാ വീടുകളും സ്നേഹത്തിൻ്റെ മേൽ അടിത്തറപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ മേൽ പടുത്തുയർത്തപ്പെട്ട വീടുകളല്ല എല്ലാ വീടുകളും. പല വീടുകളും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ മുന്നോട്ട് പോകുന്ന വീടുകളാണ്. നല്ലൊരു വീട്, ദാമ്പത്യ ജീവിതം ഉണ്ടാകണമെങ്കിൽ സ്നേഹമുണ്ടെങ്കിലേ പറ്റുള്ളൂ, നിർബന്ധമൊന്നുമില്ല. പരസ്പരം അങ്ങേയറ്റം സ്നേഹമുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ എന്ന് നിർബന്ധമില്ല. അഥവാ സ്നേഹം അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ പുറമേക്ക് പ്രകടിപ്പിക്കേണ്ടത് അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട് എന്ന രൂപത്തിലായിരിക്കണം. അത് ആ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് നേർക്കുനേരെ പറഞ്ഞാൽ കളവാണ്. ഉള്ളിലുള്ളതല്ലാത്തൊരു കാര്യം പുറമേക്ക് പറയുക, പ്രകടിപ്പിക്കുക എന്നുള്ളത് കളവാണ്. പക്ഷെ അത് ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സ്നേഹം കുറഞ്ഞു പോകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്, ഈ ലൈംഗിക ബന്ധത്തിൽ താല്പര്യമില്ലാതിരിക്കുക എന്നുള്ള വിഷയം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിലും ദീനുൽ ഇസ്ലാം പല പരിഹാരങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊന്നെന്താ, പ്രതിഫലം നമുക്ക് കിട്ടുന്ന കാര്യമാണ് എന്ന ബോധം ഉണ്ടായിരിക്കുക. പല ആളുകൾക്ക് അത് അറിയില്ല. പല ആളുകളും വിചാരിക്കുന്നത് എനിക്ക് താല്പര്യമുള്ളപ്പോൾ ചെയ്താൽ മതി, എൻ്റെ താല്പര്യം പൂർത്തീകരിക്കാൻ മാത്രമുള്ളതാണ് എന്നാണ് പലരും വിചാരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ, വഫീ ബുദ്ഇ അഹദികും സദഖ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ലൈംഗികമായിട്ടുള്ള താല്പര്യം പൂർത്തീകരിക്കുന്നത് അത് നിങ്ങൾക്കൊരു സ്വതക്ക ചെയ്ത പ്രതിഫലം കിട്ടും. നമ്മൾ ഓരോ സ്വതക്ക ചെയ്യുന്ന പ്രതിഫലമാണ് ഈ വിഷയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വശമാണെന്ത്, നല്ലൊരു സ്വാലിഹായ സന്താനത്തെ കിട്ടാനുള്ള ആഗ്രഹം അതൊരു മുസ്ലിമിന് ഉണ്ടായിരിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസിൻ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ അമലുകളും അവനിൽ നിന്ന് എന്ത് ചെയ്യും, മുറിഞ്ഞു പോകും. 3 കാര്യങ്ങൾ ഒഴിച്ച്. ഏതൊക്കെയാ 3 കാര്യങ്ങൾ? അവിടെ 3 കാര്യങ്ങളൊന്ന് പറഞ്ഞേ പെട്ടെന്ന്. ബാറക്കല്ലാഹു ഫീക്ക്. അർത്ഥം കൂടെ. അയ്യോ, ബാറക്കല്ലാഹു ഫീക്ക്. 3-മത്തെ എന്താ? സ്വാലിഹായ സന്താനം, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം. ഇങ്ങനൊരു സന്താനം, നമുക്ക് കൂടുതൽ സന്താനങ്ങൾ ഉണ്ടാകുന്നത് ഖൈറാണോ ഷർറാണോ? നമുക്കൊരു 10 മക്കൾ ഉണ്ടായെന്ന് വിചാരിക്കാം. 10-ൽ ഏതെങ്കിലും ഒന്ന് നല്ല ഖൈറായ സ്വാലിഹായ സന്താനമാകാനുള്ള ചാൻസ് ഉണ്ടാവൂലേ? 10 എണ്ണം ആകുമ്പോഴാണോ ചാൻസ് കൂടുതൽ, 5 എണ്ണം ആകുമ്പോഴാണ് ചാൻസ് കൂടുതൽ? ഏതാ ചാൻസ് കൂടുതൽ? ഏതാ ചാൻസ് കൂടുതൽ? അല്ലേ? അത് നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് മക്കൾ വർദ്ധിക്കുന്ന നമുക്ക് ഖൈറാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, തസവ്വജുൽ വലൂദൽ വദൂദ്. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീകളെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനത്തെ സ്ത്രീകളെ തിരഞ്ഞെടുക്കണം? ഒരുപാട് പ്രസവിക്കുന്ന, ഒരുപാട് സ്നേഹിക്കുന്ന സ്ത്രീകളെ തിരഞ്ഞെടുക്കണം. പല ആളും ചോദിക്കും, കല്യാണം കഴിച്ചാലല്ലേ പ്രസവിക്കോ സ്നേഹിക്കോ എന്നൊക്കെ അറിയുള്ളൂ. നമ്മൾ പലരും ചോദിക്കാറുണ്ട് അല്ലേ? അതെങ്ങനെ കല്യാണത്തിന് മുമ്പ് എങ്ങനെ അറിയാം? ആ സ്ത്രീയുടെ ഉമ്മ അല്ലെങ്കിൽ ഉമ്മാൻ്റെ സഹോദരിമാര് അല്ലെങ്കിൽ ഉപ്പാൻ്റെ സഹോദരിമാര്, ഈ ഒരു അടുത്ത കുടുംബങ്ങളിലേക്ക് നോക്കുക. അടുത്ത കുടുംബങ്ങളിലേക്ക് നോക്കുക. ഈ കുടുംബങ്ങളൊക്കെയും ഏറ്റവും ഒരുപാട് പ്രസവിക്കാൻ സാധിക്കുന്ന സ്ത്രീകളാണ് അവരിൽ ഭൂരിഭാഗമെങ്കിൽ നമുക്ക് ഈ സ്ത്രീയിൽ എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നി മുകാസിറുൻ ബികുമുൽ ഉമമ യൗമൽ ഖിയാമ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, ഖിയാമത്ത് നാളിൽ ഞാൻ നിങ്ങളുടെ എണ്ണപ്പെരുപ്പം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ബാക്കിയുള്ള സമൂഹങ്ങൾക്ക് മുന്നിൽ
ഞാൻ അഭിമാനിക്കാനുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ശരിയായ ആദർശത്തിൽ, ശരിയായ വിശ്വാസത്തിൽ, ശരിയായ ദീനിലുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ത്? നമ്മളുടെ സന്താനങ്ങൾ വളരെയധികം എത്രത്തോളം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം വർദ്ധിപ്പിക്കാമെന്ന്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ ഒരു സ്നേഹവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ എന്ത് ചെയ്യും? പൂർണ്ണമായിട്ടും ഭർത്താവ് ഭാര്യയെയോ ഭാര്യ ഭർത്താവിനെയോ വെറുത്തുകളെ പൂർണ്ണമായിട്ടും. അവരിൽ പല പോരായ്മകൾ കണ്ടിട്ടായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആർക്കാണ് പോരായ്മകളില്ലാത്തത്? ഈ പറയുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ പോരായ്മകളില്ലാത്ത ആരെങ്കിലും, പെർഫെക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിനത്തൻ. ഒരു മുഅ്മിനും ഒരു മുഅ്മിനത്തിനെയും പൂർണ്ണമായും വെറുക്കരുത്, ഒരിക്കലും പാടില്ല. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. അവനിലെ എന്തെങ്കിലും ഒരു സ്വഭാവം അവന് വെറുപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവളിൽ തൃപ്തിപ്പെടുന്ന മറ്റു പല സ്വഭാവങ്ങൾ അവനിൽ കാണാൻ സാധിക്കും. എന്നുവെച്ചാൽ അതൊരിക്കലും നീതിയല്ല. ഒരു പെണ്ണിൽ ഒരുപാട് ഹൈറുണ്ടാവും, അവരിൽ ചെറിയ എന്തെങ്കിലും ഒരു പോരായ്മ കാണുമ്പോൾ അവളെ പൂർണ്ണമായിട്ടും വെറുക്കുക എന്നുള്ളതൊരിക്കലും നീതിയല്ല. ഒരിക്കലും നല്ലൊരു മുഅ്മിനായ ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് നമ്മളെന്ത് രണ്ടിനെയും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടായിരിക്കണം നമ്മുടെ മനസ്സിൽ ഇഷ്ടവും സ്നേഹമൊക്കെ നിശ്ചയിക്കേണ്ടത്. ഒരിക്കലും പൂർണ്ണമായി ഒരു സ്ത്രീയെ വെറുക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ചതിക്കുക, വഞ്ചിക്കുക എന്നുള്ള വിഷയമാണ്. എന്ന് വെച്ചാൽ ഭർത്താവിനെ കൂടാതെ മറ്റ് പല ബന്ധങ്ങളിൽ അത് പലപ്പോഴും വ്യഭിചാരത്തിലേക്ക് എത്തുന്ന പല വിഷയം. അത് പിന്നെ പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അതും എന്ത് ചെയ്യാറുണ്ട്? ത്വലാഖിലേക്ക് എത്തിക്കാറുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പ്രത്യക്ഷമായ രൂപം ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. രൂപം, ഭംഗി ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ള വിഷയമാണ് ത്വലാഖിലേക്ക് എത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനൊന്നാമത്തെ കാരണം, അതിൽ പല ആളുകളും ഈ ഒരു അപകടത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം എന്നുള്ളത്, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണിനെ കാണുക എന്നുള്ള കാര്യം ചെയ്യാത്തത് കൊണ്ടാണ്. പല ആളുകളും ഇന്ന് പ്രത്യേകിച്ച് ഫോട്ടോകളൊക്കെ ഉള്ള കാലമാണ്. അത് പ്രചരിപ്പിക്കുന്നതിലും അത് കൊടുത്തയക്കുന്നതിലൊക്കെ വേറെ പല വിഷയങ്ങളുണ്ട്, അത് വേറെ വിഷയം. പല ആളുകളും ഒരു സ്ത്രീയെ നേരിട്ട് കാണൂല വിവാഹത്തിന് മുമ്പ്. ഇനി കണ്ടാൽ തന്നെയും ഇവൻ എന്ത് ചെയ്യില്ല, നാണം കൊണ്ട് മര്യാദയ്ക്ക് നോക്കൂല. പല ആളുകൾ അങ്ങനത്തെ ഉണ്ട്. നാണം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ആ പെണ്ണിനെ മര്യാദയ്ക്ക് നോക്കാൻ കഴിയൂല. പെട്ടെന്ന് നോക്കി അങ്ങനെയൊക്കെയാണ്, ശരി, ഓക്കെ, അൽഹംദുലില്ലാ. ശരിക്ക് നോക്കണം, കാര്യത്തിൽ തന്നെ പറയണം. പെണ്ണ് കാണുന്ന സമയത്ത് ആ പെണ്ണിനെ ശരിക്കും നോക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ പെട്ടെന്ന് അതുവരെ കാണാത്ത ഒരാളെ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ അവരുടെ ശരിക്കുള്ള രൂപം നമ്മുടെ മനസ്സിലേക്ക് പതിയണമെന്നില്ല. അത് ഒരു മനുഷ്യന്റെ ഫിത്രത്തിലുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ വളരെയധികം നോക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന, കണ്ണുകൾ വളരെ താഴ്ത്തി നടക്കുന്ന, അതിൽ വളരെയധികം ലജ്ജിക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ചും അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചുള്ള ഏത് പെണ്ണിനെ കണ്ടാലും ഒരേപോലെ തോന്നുള്ളൂ. പെട്ടെന്ന് നോക്കുമ്പോൾ ഏത് പെണ്ണിനെ കണ്ടാലും ഏകദേശം ഒരേ രൂപമായിട്ടാണ് എന്ത് ചെയ്യുള്ളൂ, അയാൾക്ക് തോന്നുകയുള്ളൂ, അനുഭവപ്പെടുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. വിവാഹത്തിന് മുൻപ് വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയെ അവളുടെ രൂപം എന്താണെന്നുള്ളത് ശരിക്കും നോക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, രൂപം അതിൽ പ്രയാസമുണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണെന്ത്, ഭംഗി കൂട്ടാനുള്ള അലങ്കാര വസ്തുക്കൾ അത് ഉപയോഗിക്കുക എന്നുള്ളത്. പല സ്ത്രീകളും ഈ മേക്കപ്പ് ഇടാൻ പാടില്ല എന്ന് പറയുമ്പോൾ പലരും വിചാരിച്ചിട്ടുള്ളത് തീരെ ഉപയോഗിക്കാൻ പാടില്ലാണ്.
അത് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നത് അന്യപുരുഷന്മാർ കാണുമ്പോഴാണ്. അത് ശ്രദ്ധിക്കണം, പല സ്ത്രീകൾക്കും അറിയില്ല. മറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ രൂപം ഏറ്റവും ഭംഗിയുള്ള അവസ്ഥയിലായിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഭാര്യ ഭർത്താവിൻ്റെ മുന്നിലാണെങ്കിലും ഭർത്താവ് ഭാര്യയുടെ മുന്നിലാണെങ്കിലും. വളരെ എന്താ പറയുക, നമുക്കറിയാം പല പണികളിലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും തിരക്കുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നല്ല അല്ലെങ്കിൽ എന്താ പറയുക മണമോ നല്ല രൂപമോ നല്ല രീതിയോ ഒന്നും നല്ല വസ്ത്രമോ ഒന്നും ആയിരിക്കില്ല. ആ രീതിയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. ഭാര്യ ഭർത്താവിൻ്റെ അടുക്കിലേക്കും ഭാര്യ ഭർത്താവിൻ്റെ അടുക്കിലേക്കും ഭർത്താവ് ഭാര്യയുടെ അടുക്കിലേക്കും പോകാൻ പാടില്ല. ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും നല്ല രൂപം. അതുകൊണ്ടാണ് അതിൽപ്പെട്ട അധ്യാപനങ്ങളിൽപ്പെട്ടൊരു കാര്യമാണ് എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്. നിങ്ങളിൽ ഒരാൾ ഒരു യാത്ര കഴിഞ്ഞ് തൻ്റെ നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് കടന്നു ചെല്ലരുത്. പെട്ടെന്ന് കടന്ന് നിങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം വീട്ടുകാർക്ക് അറിഞ്ഞതിൽ പിന്നെ പതുക്കെ നിങ്ങൾ എന്ത് ചെയ്യാവൂ, വീട്ടിലേക്ക് എത്താൻ പാടുള്ളൂ. ഇന്ന് സർപ്രൈസിൻ്റെ കാലഘട്ടമാണ്. പ്രാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകളാണ്, പല ജാതി കോലങ്ങളാണ്. അതൊന്നും ഒരിക്കലും ശരിയല്ല, ഒരിക്കലും ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്ക് യോജിച്ച കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ടും അത് ഒരുങ്ങാനുള്ള സമയം നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളും ഒരുങ്ങിയിട്ട് വേണം അവരുടെ അടുക്കലേക്ക് പോവാൻ. ഇത് ഭാര്യ ഒരുങ്ങി നിൽക്കും, നമ്മൾ ആ പണിയൊക്കെ കഴിഞ്ഞ് വേർത്ത മുഷിന്ന രൂപത്തിൽ ഭാര്യയുടെ അടുക്കലേക്ക് കയറി ചെല്ലുക എന്നുള്ളതും ശരിയല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഏറ്റവും നല്ല രൂപത്തിലാണ് ഭാര്യയുടെ അടുക്കലേക്ക് ഒരുങ്ങി ചെല്ലാറുള്ളത്. അത് അറിയപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിനോട് അതിനെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഭാര്യ എന്നോട് ഏത് രൂപത്തിൽ ഭംഗിയാകാനാണോ ഞാൻ ഇഷ്ടപ്പെടുന്നത് അതേപോലെ ഞാൻ ഭാര്യയുടെ മുന്നിലും ഭംഗിയാവുക എന്നുള്ളത് റബ്ബ് എൻ്റെ മേൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ മുഅ്മിനുകളുടെ മേലും നിയമമാക്കിയിട്ടുള്ള കാര്യം. അത് വളരെ ശ്രദ്ധിക്കണം. ഭാര്യ മാത്രം ഒരുങ്ങിയാൽ പോരാ, ഭർത്താവ് എന്ത് ചെയ്യണം, ഒരുങ്ങണം. അതിനൊരുപാട് ഒരുങ്ങേണ്ട രീതികളും രൂപങ്ങളൊക്കെ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചെന്ന പല കാര്യങ്ങളുണ്ട്. മുടി ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളതും തലയിലും താടിയിലൊക്കെ എണ്ണ തേക്കുക എന്നുള്ളതും നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ സുറുമ ഇടുക എന്നുള്ളത്, അതുപോലെ തന്നെ എന്താ പറയുക മോശപ്പെട്ട കാര്യങ്ങൾ, അത് ഗുഹ്യസ്ഥാനത്തെ രോമങ്ങളോ കക്ഷത്തിലെ രോമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളയുക എന്നുള്ളത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചെന്ന പല വിഷയങ്ങളുണ്ട്. നഖം വെട്ടുക, മീശ ചുരുക്കുക, കുറേ വിഷയങ്ങൾ. ഇതൊക്കെയും നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു വിഷയം എന്നുള്ളത് ത്വലാഖിലേക്ക് എത്തിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ മറ്റു പലരെയുമായി കമ്പാരിസൺ വരിക എന്നുള്ളതാണ്, താരതമ്യം. ഭാര്യ ഭർത്താവിനോട് പറയും, നിങ്ങൾ എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്തു തന്നിട്ടുള്ളൂ, അപ്പുറത്ത് വീട്ടിലെ അവളുടെ ഭർത്താവ് നിങ്ങൾ നോക്കിയാ എന്തൊക്കെയാ ചെയ്തു കൊടുക്കുന്നത്, അങ്ങനെ ചെയ്തു കൊടുക്കുന്നു, ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നു, അങ്ങനെ ആക്കുന്നു, ഇങ്ങനെ ആക്കുന്നു, ഹണിമൂണിനെ അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി, നിങ്ങൾ എന്നെ ആകെ ഇവിടെ കൊണ്ടുപോയുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കണം, ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയുടെ ദുനിയാവിൻ്റെ വിഷയങ്ങൾ പരസ്പരം കമ്പയർ ചെയ്യാൻ പാടില്ല. ദുനിയാവിൻ്റെ വിഷയങ്ങൾ ദീനിൻ്റെ വിഷയങ്ങൾ കമ്പയർ ചെയ്തോ, ഒരു പ്രശ്നമില്ല. നീ ഇങ്ങനെയൊക്കെയല്ലേ, പക്ഷെ അവൾ ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ട്, നീ ഇപ്പം ഇത്രയല്ലേ പഠിച്ചിട്ടുള്ളൂ, നിനക്ക് ഇത്ര 3 മക്കളായിട്ട് നീ അങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നിന്റെ ആ കൂട്ടുകാരുണ്ടല്ലോ ഇന്ന സ്ഥലത്തുള്ളത്, ഇന്ന ആളുടെ ഭാര്യ, അവൾക്ക് 5 മക്കളുണ്ട്, അവൾ ഇത്രയധികം പഠിച്ചിട്ടുണ്ട്, ഇഫ്ള മുഴുവൻ പൂർത്തിയായി, അങ്ങനെ ആഖിറത്തിന്റെ വിഷയത്തിൽ പറയാം. പക്ഷെ ദുനിയാവിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും. ദുനിയാവിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക. ഏറ്റവും
താഴേക്കുള്ളവരിലേക്ക് നോക്കുക. നിങ്ങളെക്കാൾ കുറഞ്ഞ സൗകര്യങ്ങൾ കിട്ടിയിട്ടുള്ള, നിങ്ങളെക്കാൾ കുറച്ച് ദുനിയാവ് മാത്രം ലഭിച്ചിട്ടുള്ള ആളുകളിലേക്ക് നോക്കുക. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാതിരിക്കുക, റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ മറന്നു പോകാത്തൊരവസ്ഥ. അത് പല സ്ത്രീകളിലും അല്ലെങ്കിൽ പുരുഷന്മാരിലൊക്കെ ഉള്ള വിഷയമാണ് എന്ത്, കമ്പാരിസൺ എന്നുള്ളത്. ഒരിക്കലും പാടില്ല. നമുക്ക് അന്ന് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വില നമ്മൾ തിരിച്ചറിയണം. അത് എന്ത് ചെയ്യും, പല ആളുകളേക്കും ഈ ഒരു ത്വലാഖ് എന്ന് പറയുന്ന അപകടത്തിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് സംശയം എന്നുള്ളത്. ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ സംശയിക്കാമെന്ന്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദീനുൽ ഇസ്ലാമിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച്, മുഅ്മിനെ സംബന്ധിച്ച് മോശം വിചാരിക്കുക എന്നുള്ളത് വലിയ വൻപാപങ്ങളിൽപ്പെട്ടൊരു തിന്മയാണ്. ദീനുൽ ഇസ്ലാമിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് മോശം വിചാരിക്കുക എന്നുള്ളത് വളരെ അപകടം പിടിച്ച, വളരെയധികം ശക്തമായി താക്കീത് നൽകപ്പെട്ടിട്ടുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന്, ഇയ്യാക്കും വദ്വൻ, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം. ഫഇന്ന വന്ന അക്ദബുൽ ഹദീസ്, കാരണം ഊഹം ഏറ്റവും കളവായ സംസാരം. ഊഹം ഏറ്റവും കളവായ സംസാരമാണ്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഊഹിക്കരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ സന്ദർഭത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഭാര്യയോ ഭർത്താവോ തൻ്റെ പങ്കാളിക്ക് സംശയമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാനും പാടില്ല. അവർക്കെന്തെങ്കിലും സംശയം തോന്നുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഭാര്യയും ഭർത്താവും ഏർപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അത്തരം പല സാഹചര്യങ്ങളിൽ ആയിപ്പോവുകയും എന്നിട്ട് ഇവളം തന്നെ സംശയിക്കുന്ന, അല്ലെങ്കിൽ ഭർത്താവൻ തന്നെ സംശയിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിരിക്കുന്ന ഒരു രാത്രിയിൽ റമളാനിൽ സൊഫിയ റളിയല്ലാഹു അൻഹയുമായിട്ട് രാത്രി എന്തോ പല വിഷയങ്ങൾ സംസാരിച്ചിട്ട്, അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ എന്ത് ചെയ്യാണ്, രണ്ട് സ്വഹാബികൾ അതിലൂടെ കടന്നുപോകും. ഇരുട്ടാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആൾക്ക് മനസ്സിലായി. ഒരു സലാം പറഞ്ഞു, സലാം മടക്കി. അടുത്തുള്ളതൊരു സ്ത്രീയാണെന്ന് മനസ്സിലായി. ഇതിൽ കൂടുതലൊന്നും അവിടെ വ്യക്തമല്ല. അവരിങ്ങനെ കടന്നുപോയി കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ രണ്ടുപേരും തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞത്, എൻ്റെ ഭാര്യ സൊഫിയാണ്, ഇതെൻ്റെ ഭാര്യ സൊഫിയാണ്. എന്നുവെച്ചാൽ അവിടെ ഒരു സംശയത്തിന് വകയുണ്ടാക്കുന്നൊരു സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം, ഇല്ലാതാക്കണം. പരസ്പരം എന്തെങ്കിലും സംശയമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെയുള്ളത് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളാണ്. ത്വലാഖിലേക്ക് എത്തിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളാണ്. ചിലരെന്ത് ചെയ്യില്ല, തീരെ സമ്പത്ത് ചെലവഴിക്കാത്ത ആളുകളുണ്ട്. ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് തീരെ ചെലവിന് കൊടുക്കാത്ത ആളുകൾ. നമ്മൾ ശ്രദ്ധിക്കണം, ചെലവിന് കൊടുക്കുന്നത് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ വിശദീകരിച്ചിട്ടുള്ള വിഷയമാണ്. അത് ഹദീസുകളിൽ വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്, ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഭാര്യമാർക്ക് റിസ്ഖ്, ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രവും, അത് ഉർഫിനനുസരിച്ച് അത്യാവശ്യം എത്രയാണോ ഉർഫിൽ പരിഗണിക്കപ്പെടുന്നത് അത്രയും നൽകൽ ഭർത്താക്കന്മാരുടെ മേൽ ബാധ്യതയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഹദീസ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതും അടിമയെ മോചിപ്പിക്കാൻ ചെലവഴിക്കുന്നതിനേക്കാളും മിസ്കീന് വേണ്ടി കൊടുക്കുന്ന ദീനാറിന് ദിർഹമിനേക്കാളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുക കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ദീനാറാണ്, ദിർഹമാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെലവഴിക്കാതിരിക്കുന്നവർക്ക് ശക്തമായ താക്കീതും ഹദീസിൽ വന്നിട്ടുണ്ട്. തന്നിൽ അവലംബിക്കുന്ന ആളുകൾ, ഭാര്യയും മക്കളും ആണ് മിക്ക ആളുകൾക്കും ബാധ്യതയായിട്ട് വരിക. ഇത്തരം ആളുകൾക്ക്
ചെലവിന് കൊടുക്കാൻ സാധിച്ചിട്ടും അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാനും സമ്പാദിക്കാൻ സാധിച്ചിട്ടും അവർക്ക് ചെലവിന് കൊടുക്കാതെ അവർ ബുദ്ധിമുട്ടിലാവുക, പ്രയാസത്തിലാവുക എന്നുള്ളത് വൻപാപങ്ങളിൽപ്പെട്ട കാര്യം. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുദയ്യിഅ ഖൂത അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്, ഒരു മനുഷ്യന് തെറ്റായി, അവന് തിന്മയായിട്ട് എന്തുമാത്രം മതി? അവൻ്റെ അഹ്ല്, കുടുംബം, അവൻ്റെ കീഴിലുള്ള അവൻ്റെ കുടുംബം, ആ കുടുംബത്തിന് നൽകേണ്ട അത്യാവശ്യ കാര്യങ്ങൾ അത് ഇവൻ കൊടുക്കാതെ അവരെ പാഴാക്കി കളയുക എന്നുള്ളത് മാത്രം ഒരു തിന്മയായി മതിയാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അത് വലിയ അപകടം പിടിച്ച തിന്മയാണ്, തൻ്റെ കീഴിലുള്ള ആളുകൾക്ക് ചെലവിന് കൊടുക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ചെലവിന് കൊടുക്കുന്ന നേരത്തെ പറഞ്ഞത് ഒരിക്കലും എല്ലാം പൂർത്തീകരിക്കണം എന്നല്ല, എന്നാൽ ഒന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളതുമല്ല, മറിച്ച് രണ്ടിനും മധ്യമമായ രൂപത്തിൽ അത്യാവശ്യങ്ങൾ ആദ്യം പൂർത്തീകരിക്കുക, അതിനുശേഷം പിന്നെ സാധിക്കുമെങ്കിൽ ചെറിയ ചെറിയ രൂപത്തിൽ ആവശ്യങ്ങളും പരിഗണിക്കുക. ഒരിക്കലും അനാവശ്യങ്ങളിലേക്ക് എന്ത് ചെയ്യരുത്, നമ്മുടെ ചെലവാക്കലുകൾ പോകരുത്. അതിൽ പല വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഞാൻ സമയം കുറവായതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ അവസാനം ഒരു വിഷയം കൂടി പറയാണ്. ഈ രണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ ബന്ധപ്പെടാത്ത ചില വിഷയങ്ങൾ, അതായത് ഇവർക്കിടയിൽ ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പഠിപ്പിച്ച എന്തെന്താ, ഭാര്യയുടെ ഭാഗത്തുനിന്ന് രണ്ടാളുകൾ, ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് രണ്ടാളുകൾ, ഏറ്റവും അടുത്ത ബന്ധുക്കളോ ഇവരുടെ കാര്യങ്ങൾ ശരിക്കും അറിയുന്ന, ഇവർ തമ്മിൽ ഒരുമിക്കണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ടാളുകൾ, ഈ രണ്ടു ഭാഗത്തുനിന്നും ഈ രണ്ടാളുകൾ അവരാണ് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടത്, സുൽഹാക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത്തരം വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾക്ക് ഖൈർ ഉദ്ദേശിക്കാത്ത, അല്ലെങ്കിൽ ഇതെങ്ങനെ ഈ ബന്ധം എങ്ങനെയെങ്കിലും വേർപെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യരുത്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കരുത്. ഇത്തരം നമ്മളുടെ പിണക്കങ്ങളും സ്വരച്ചേർച്ചകളും ഇല്ലായ്മയൊക്കെ അവർക്ക് നമ്മൾ ഒരിക്കലും എത്തിച്ചു കൊടുക്കരുത്. നമ്മൾ ഏറ്റവും നല്ല ആളുകൾ, നമ്മളോട് നസീഹത്ത് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുള്ള ആളുകൾ, അതുപോലത്തെ നല്ല ദീനുണ്ട്, അറിവുണ്ട് എന്ന് തോന്നുന്ന ആളുകളോട് മാത്രമേ നമ്മൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാവൂ, നമ്മൾ പങ്കുവെക്കാവൂ. അങ്ങനെ എന്തെങ്കിലും ശരിയാക്കാനോ അല്ലെങ്കിൽ സുൽഹുണ്ടാക്കാനോ തമ്മിൽ ഒരുമിപ്പിക്കാനോ നമ്മൾ പരിശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പിണക്കങ്ങൾ, ഇത് നമ്മൾ ഇത്തരം ആളുകളിൽ മാത്രമേ പങ്കുവെക്കാവൂ. ബാക്കിയുള്ള ആളുകളിലേക്ക് പങ്കുവെക്കുന്നത് അത് തെറ്റായ അനന്തരഫലങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കും. ഇൻഷാ അല്ലാഹ് വേറെയും പല വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. തൽക്കാലം അവസാനിപ്പിക്കുകയാണ്, സമയമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യട്ടെ നമുക്കെല്ലാവർക്കും ഇത്തരം അധ്യാപനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കൃത്യമായി പ്രാക്ടിക്കലായി നടപ്പിലാക്കാനും, അങ്ങനെ ഏറ്റവും നല്ലൊരു ദാമ്പത്യ ജീവിതം അത് മുന്നോട്ട് നയിക്കാനും ഇത്തരം സംസാരങ്ങളും മറ്റുമൊക്കെ സബബുകളാക്കി തീർക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.